ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്പരത്തി ജ്യൂസാണ്. ചെമ്പരത്തി ജ്യൂസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. ചെമ്പരത്തി പൂവും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ജ്യൂസാണ് ചെമ്പരത്തി ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ചെമ്പരത്തി പൂ വേണം, ചെമ്പരത്തി പൂവിൻ്റെ ഇലകളാണ് വേണ്ടത്, പിന്നെ നാരങ്ങ വേണം, പഞ്ചസാര വേണം, പിന്നെ ഒരു ബൗൾ വെള്ളം വേണം. അപ്പോൾ ആദ്യം നമ്മൾ വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കണം. ഗ്യാസിൽ വെച്ച് ചൂടാക്കി വെള്ളം ഒന്ന് തിളച്ച് വരുന്ന രീതിയിലൊന്ന് ചൂടാക്കി എടുക്കണം. വെള്ളം ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ആ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതൾ പറിച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം, അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു 2 ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതൾ മതിയായിരിക്കും, നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. 1-2 എണ്ണം മതി. അത് ഇട്ട് അതിലേക്ക് ചൂടാകുമ്പോൾ, വെള്ളം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം നല്ല പതുക്കെ തിളച്ച് വരുമ്പോഴാണ് ഇട്ട് കൊടുക്കേണ്ടത്. ആദ്യമേ ഇട്ട് കൊടുക്കേണ്ട, വെള്ളം തിളച്ച് വരുമ്പോൾ ഇട്ട് കൊടുക്കണം. ഒരു 2 ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ നല്ലപോലെ ഇത് തിളയ്ക്കണം. നല്ലപോലെ ഇത് തിളച്ച് ഇതായി കഴിയുമ്പോഴേ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ തിളച്ച് കഴിഞ്ഞ് നമ്മൾ എടുത്ത് വെച്ചതിന് ശേഷം അത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ അതിൻ്റെ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, നല്ല റെഡ് കളറായിട്ടുണ്ട്. ഇതുപോലെ ആകണം. ഇങ്ങനെ തണുത്തതിന് ശേഷം മാത്രം നമുക്കതിലേക്ക് കുറച്ച് ഒരു നാരങ്ങയുടെ അല്ലി പിഴിഞ്ഞ് ഇട്ട് കൊടുക്കാം. അത് തണുത്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതുപോലെ പിഴിയുക, നല്ലോണം പിഴിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരെണ്ണം മതിയാവും. ഇതിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, അതിൻ്റെ കളർ മാറി വരുന്നുണ്ട്. ഇപ്പം നല്ല റെഡായിട്ടുണ്ട്. നല്ലോണം പിഴിഞ്ഞ് ആ ഒരു നീര് മൊത്തം അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത് നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം, അതായതായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ അതിൻ്റെ കളർ നല്ല റെഡായിട്ടുണ്ട്. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ശേഷം പഞ്ചസാര ആഡ് ചെയ്യുക. പഞ്ചസാര നിങ്ങൾ എത്ര വെള്ളം എടുത്തതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ 2 ഗ്ലാസ് എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് 2 സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നല്ല മധുരം വേണം, മധുരം ഉണ്ടെങ്കിൽ അതിന് രുചി കൂടും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പഞ്ചസാര അതിനായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുക. ഇനി അത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കളറൊക്കെ കാണാം, നല്ല റെഡ് കളറായിട്ടുണ്ട്. നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമ്മുടെ ചെമ്പരത്തി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.